എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥനെതിരായ കൈക്കൂലി കേസാണ് ഇന്നത്തെ ആദ്യ വിഷയം. ഇഡി എടുത്ത ഒരു കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടി കൊല്ലത്തെ ഒരു വ്യാപാരിയിൽ നിന്ന് ഇഡി ഉദ്യോഗസ്ഥൻ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന പരാതിയിലാണ് വിജിലൻസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. വിജിലൻസ് പ്രതി ചേർത്തിട്ടുള്ളത് ഇഡി അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാറിനെയാണ്. ശേഖർ കുമാറാണ് കൊടകര കുഴൽപ്പണ കേസ് അന്വേഷിച്ചത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. എന്തായാലും ശേഖർ കുമാർ നേരിട്ടല്ല പണം ചോദിച്ചത്. കൊല്ലത്തെ വ്യാപാരിയായ അനീഷ് കുമാറിൽ നിന്ന് ഏജന്റുമാർ ബന്ധപ്പെടുകയും ഈ കേസ് ഒതുക്കി തീർക്കണമെങ്കിൽ 2 കോടി രൂപ പണം നൽകണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. എന്തായാലും അനീഷിന്റെ പരാതിയിലാണ് തുടർ നടപടികളിലേക്ക് വിജിലൻസ് കടന്നിട്ടുള്ളത്. വിജിലൻസിന്റെ കസ്റ്റഡിയിൽ ഇതിനോടകം തന്നെ നിരവധി പേരുണ്ട്. ഏജന്റുമാരിൽ ചിലരെ പിടികൂടിയിട്ടുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടന്റായ രഞ്ജിത്തുണ്ട്. ഇവരിൽ നിന്നൊക്കെ നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് വിജിലൻസിന് ലഭിച്ചിട്ടുള്ളത്. അതായത് ഈ ഇഡി ഉദ്യോഗസ്ഥരെ ചുറ്റിപ്പറ്റി ഒരു വലിയ മാഫിയ തന്നെ ഈ കൈക്കൂലി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതുപോലെ നിരവധി കേസുകൾ കൈക്കൂലി വാങ്ങിക്കൊണ്ട് ഒതുക്കി തീർത്തു എന്ന സൂചനകൾ കൂടി വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. പിടിയിലായിട്ടുള്ള രഞ്ജിത്തിന്റെ വീട്ടിൽ പരിശോധന നടത്തുകയും അവിടെ നിന്ന് ചില നിർണായകമായ രേഖകളും വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. രേഖകൾ എന്ന് പറയുമ്പോൾ ഇഡി സമൻസ് അയച്ചവരുടെ പേര് വിവരങ്ങളൊക്കെ അടങ്ങുന്ന ഒരു രേഖയാണ്. അപ്പോൾ നിരവധി പേരെ ഇതുപോലെ ക്യാൻവാസ് ചെയ്യാൻ ലക്ഷ്യമിട്ടിരുന്നു എന്നുകൂടിയാണ് വ്യക്തമാകുന്നത്. ഇനി കൂടുതൽ ഇഡി ഉദ്യോഗസ്ഥർക്ക് കൂടി പങ്കുണ്ടോ എന്നതിലും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും സമാനമായ നിരവധി പരാതികൾ ഇപ്പോൾ വിജിലൻസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. നിഷാദ്, ഇവിടെ വേലി തന്നെ വിളവുതുന്ന ഒരു സാഹചര്യത്തിലെത്തിയിരിക്കുകയാണോ? ദിവ്യ, ഇന്നിപ്പോൾ ഈ ഏജൻസിയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ആരെങ്കിലും എന്തുമാത്രം അത്ഭുതപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്ക് സംശയമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസ്യത നഷ്ടം സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അത് ഭരണകൂടത്തിൻ്റെ ഒരു ഉപകരണമായി മാത്രം പ്രവർത്തിക്കുന്നു. ഇപ്പോൾ നമ്മൾ ട്വിറ്ററിലൊക്കെ പോയ ആളുകൾ അതിനെ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുന്ന വാക്ക് ഫണ്ട് പിരിവ് ഏജൻസി എന്നാണ്. ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ നേരത്തെ വിളിക്കുമായിരുന്നു. അപ്പോൾ സർക്കാരിന് പൈസ പിരിക്കാൻ, അല്ലെങ്കിൽ സർക്കാരിന് ആളുകളെ ഭയപ്പെടുത്താൻ, സർക്കാരിന് ആളുകളെ വേട്ടയാടാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് അത് എന്നുള്ള ഒരു വിശ്വാസ്യതാ പ്രശ്നം അതിന് സീരിയസ് ആയിട്ടുണ്ട്. ഇഡി ഒരു വളരെ ജെന്യുവനായി പ്രവർത്തിക്കുന്ന, ഏത് അഴിമതിക്കാരെയും പിടിക്കുന്ന, മുഖം നോക്കാത്ത നടപടിയെടുക്കുന്ന ഏജൻസിയാണെന്നും പൊതുവെ ആരും വിചാരിക്കുന്നില്ല. പ്രത്യേകിച്ച് മലയാളികൾക്ക് അതിനെക്കുറിച്ചുള്ള ഇമേജ് എന്താണെന്ന് നിങ്ങൾ നോക്കൂ. കൊടകര കുഴൽപ്പണ കേസ് എടുത്ത് മാത്രം നോക്കിയാൽ മതി. കൊടകര കുഴൽപ്പണ കേസ് പരിശോധിച്ചുകൊണ്ട് ആ കോടതിയിൽ അവർ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ഒരാൾ പ്രോപ്പർട്ടി മേടിക്കാൻ കൊണ്ടുവന്ന പൈസയാണ്, അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഉപയോഗത്തിന് കൊണ്ടുവന്നതല്ല. കള്ളപ്പണവുമായിട്ട് തന്നെ യാതൊരു തരത്തിലുള്ള സംശയത്തിൻ്റെ സാഹചര്യം ഇല്ല എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായതെന്നാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നു ഈ പണത്തിൻ്റെ സ്രോതസ്സ് അയാൾ കാണിച്ചിട്ടുണ്ട്. ആ സ്രോതസ്സ് വസ്തുതാപരമാണോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല, അത് ഞങ്ങൾ IT ഡിപ്പാർട്ട്മെൻറ്റിനോട് നോക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു. അപ്പോൾ വേറെ എത്ര കേസുകളിൽ ഇതിൻ്റെ സ്രോതസ്സ് അന്വേഷിച്ച് പോയ ഏജൻസിയാണെന്ന് ഓർക്കണം. ആ ഏജൻസി പറയാണ് BJP-ക്കാർ പ്രതികളാകാൻ സാധ്യതയുള്ളൊരു കേസിൽ സ്രോതസ്സ് അന്വേഷിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല എന്ന്. എന്നിട്ട് അവർ പറയാണ് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള സംശയത്തിൻ്റെ സാധ്യതയില്ല എന്ന് പറയുന്നു. നോക്കൂ, ഈ കേസിൽ എത്ര കോടിയാണ് കൊണ്ടുവന്നതെന്നും പോയതെന്നും നമുക്കറിയാം. 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് പരാതി കൊടുക്കുന്നത്. ഇഡിക്ക് ഒരു സംശയമില്ല. പോയ പൈസയുടെ 4 പോലും പോയി എന്നല്ല, 25 ലക്ഷം രൂപ പോയി എന്ന് പറയാൻ ആദ്യം കംപ്ലയിൻറ്റ്. ബാക്കി പൈസയുടെ സ്രോതസ്സ് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ആ പൈസ മൊത്തം പോയി എന്നുള്ള കംപ്ലയിൻറ്റ് കൊടുക്കാതിരുന്നത്. ഇഡിക്ക് സംശയമൊന്നുമില്ല. BJP ആയിട്ടൊരു ബന്ധമില്ലെന്ന് പറയുന്നു അവർ. അതേസമയം BJP-യുടെ ജില്ലാ ഓഫീസുകളാണ് ഈ പണവുമായി പോയ സംഘത്തിന് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തത്, താമസിക്കാൻ വീടെടുത്ത് കൊടുത്തത്, എല്ലാം ചെയ്ത് കൊടുത്തത്. അവർക്കൊരു സംശയമില്ല. ഈ പൈസ പോയ ഉടനെ ആദ്യം വിളിക്കുന്നത് സംഘടനാ സെക്രട്ടറി ഗണേശനെയാണ്. BJP-ആയിട്ട് ബന്ധമുണ്ടെന്നൊരു സംശയമില്ല. ഇങ്ങനെ കേരളത്തിൻ്റെ മുമ്പിൽ മിഴി തുറന്നേ നിൽക്കുകയാണ് ഈ കേസിൽ BJP-ക്കാർക്കുള്ള പങ്കാളിത്തവും ബന്ധവും. പക്ഷേ രാജ്യത്തെ ഏറ്റവും വലിയ ഏജൻസി, കള്ളപ്പണ ഇടപാട് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഏജൻസി പറയുന്നത് BJP-ക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ കേസ് എടുക്കാൻ കോടതി നിർബന്ധിച്ചിട്ടാണ് ഇഡി എടുക്കുന്നത് നോക്കണം. അതുവരെ ഉഴപ്പി കളിക്കുക, എന്നിട്ടാണ് ആ കേസ് എടുക്കുന്നത്. അപ്പോൾ കൊടകര കുഴൽപ്പണ കേസിൽ ജാള്യത, എന്താ പറയുന്നത്, നാണത്തിൻ്റെ പരിധിയില്ലാതെ ഒരു ലെവലേശം ഇല്ലാതാണ് ഒരു റിപ്പോർട്ട് ചെയ്ത് കൊടുത്തത്. അതോടുകൂടി നമുക്ക് മലയാളികൾ പോലും മനസ്സിലാക്കുന്ന ഈ ഏജൻസി സമ്പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു ഏജൻസിയാണ്. അപ്പോൾ ആ വിശ്വാസ്യതാ പ്രശ്നം ഒന്നാമതായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, അതായത് അതിനകത്തുള്ള ഉദ്യോഗസ്ഥർ തന്നെയും വിചാരിക്കുന്നു നമ്മളങ്ങനെ ജെനുവിൻ പണിയെടുക്കേണ്ട ഒരു ഏജൻസി ഒന്നുമല്ല. നമ്മളെന്തിനാണ് അവിടെ പ്രവർത്തിക്കുന്നത്? നമ്മൾ പ്രവർത്തിക്കുന്നത് ഗവൺമെൻറ് പറയുന്ന പണിയെടുക്കലാണ്. ഇന്നയാളെ പോയി പിടിക്കുമെന്ന് പറഞ്ഞാൽ അയാളെ പിടിക്കുന്നു, അയാളെ വേട്ടയാടുന്നു, അയാളെ ജയിലിലടയ്ക്കുന്നു, അയാളെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുന്നു. നാളെ ഗവൺമെൻറ് പറയുന്നു നിങ്ങൾ ഇന്നയാളെ പോയി പിടിക്കും. നമ്മുടെ മുമ്പിൽ പല തെളിവുകളും വിവരങ്ങളും ഉണ്ടെങ്കിലും BJP-ക്കാരെയോ BJP-യുടെ ഫ്രണ്ട്സിനെയോ പിടിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സത്യത്തിൽ ഇൻറ്റഗ്രിറ്റി ഇല്ലാതാക്കപ്പെട്ട, സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ കഴിയാതെ പോയ ഒരു ഏജൻസിയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇൻറ്റഗ്രിറ്റി, വിശ്വാസ്യത, നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്, ഭരണഘടന, ഭരണകൂടം, ഒരു ജനങ്ങളുടെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനാണ് ആളുകൾക്ക്. നിങ്ങൾ നോക്കൂ, നിങ്ങളെ ഒരു ജോലി ഇപ്പോൾ ജേർണലിസം ചെയ്യാണ് ദിവ്യയ്ക്ക് ഒരു നിലയ്ക്കും ജേർണലിസം ശരിയാവണ്ണം ചെയ്യാൻ കഴിയാത്തത് നിങ്ങളെ ഏറ്റവും മലിനമായ ഒരു അന്തരീക്ഷത്തിൽ പ്രവർത്തിപ്പിക്കുകയാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക? പിന്നെ നിങ്ങൾക്ക് ഒന്നിനോടും കമ്മിറ്റ്മെൻറ്റ് ഇല്ലാതാവും. ആ ഒരു ഘട്ടത്തിലേക്ക് ഒരുപക്ഷെ അതിലെ ഉദ്യോഗസ്ഥർ കടന്നു കാണും.
കാരണം ഇത് ഇവിടുത്തെ മാത്രം കേസല്ല. കഴിഞ്ഞ വർഷം ഷിംലയിലൊരു ഉദ്യോഗസ്ഥനെ അസിസ്റ്റന്റ് ഡയറക്ടർ ഇതുപോലെ അവിടെ പിടിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ പിടിച്ചിട്ടുണ്ട്, ഷിംലയിൽ പിടിച്ചിട്ടുണ്ട്, ബാംഗ്ലൂരിൽ പിടിച്ചിട്ടുണ്ട്, വ്യാജ റെയ്ഡ് നടത്തിയതിൻ്റെ പേരിൽ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ എവിടെയെല്ലാം ഉദ്യോഗസ്ഥർ ഈ പണി എടുത്തുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെ പ്രശ്നം വെച്ചാൽ എല്ലാ ഏജൻസികളിലും പ്രശ്നക്കാരുണ്ട്, വസ്തുതയാണ്. പക്ഷേ ഇത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിശ്വാസ്യത നിലനിർത്തേണ്ടുന്ന ഒരു പ്രീമിയം ഏജൻസിയാണ്. ആ ഏജൻസിക്ക് ഇങ്ങനെ പോകാനാണ് തോന്നുന്നതെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനെ സമ്പൂർണ്ണമായും സർക്കാർ അതിൻ്റെ ഒരു മൊറയിൽ തകർത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അതിനകത്ത് നിന്ന് എന്ത് സംഭവിക്കാം? ഗവൺമെൻറ്റിന് പൈസ ഉണ്ടാക്കാമെങ്കിൽ നമുക്കുണ്ടാക്കി കൂടെ ആൾക്കാർ ചിന്തിച്ചുകൂടെ? ഗവൺമെൻറ്റിന് പൈസ ഉണ്ടാക്കിയ കാര്യം ഞാൻ പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി എടുത്ത തീരുമാനവും അതേ ചൊല്ലി പുറത്തു വന്ന വിവരങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ED അടക്കമുള്ള ഏജൻസികൾ റെയ്ഡ് നടത്തിയതിന് ശേഷം പല കമ്പനികളും BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി പൈസ കൊടുക്കുന്നു, പിന്നെ എല്ലാ നടപടികളും നിന്നു പോകുന്നു. അതായത് ഏജൻസി ഒരു കേസുമായിട്ട് ഒരു സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലുന്നു, ആ സ്ഥാപനത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കുമ്പോൾ കുഴപ്പങ്ങളുണ്ടെന്ന് കാണുന്നു. പെട്ടെന്ന് ആ കമ്പനി എന്ത് ചെയ്യുന്നു? BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി കുറേ കോടികൾ കൊടുക്കുന്നു. അപ്പോൾ മുകളിൽ നിന്ന് വിളി വരുന്നു EDയോട്, നിങ്ങൾ ഇനി അന്വേഷിക്കേണ്ടതില്ല എന്ന്. അപ്പോൾ ഈ ED എന്താ മനസ്സിലാക്കുന്നത്? അത് കൊള്ളാം, പൈസ ഉണ്ടാക്കാനുള്ള നല്ല ഏർപ്പാടാണ്, വ്യക്തിപരമായി നമുക്കും ഉണ്ടാക്കിക്കൂടെ എന്നൊരു ഏജൻസി അല്ലെങ്കിൽ ആളുകൾ ആലോചിച്ച തെറ്റ് പറയാനുണ്ടോ? ഇനിയിപ്പോൾ ഏതൊക്കെ എവിടെ നിന്നൊക്കെ പുറത്തു വരാനുണ്ട്? നിങ്ങൾ കാണേണ്ട കാര്യം, ഇതിനകത്ത് നമ്മൾ എപ്പോഴും ഇവിടെ പറയാറുള്ളത് പോലെ ED എടുക്കുന്ന കേസുകളിൽ 2% പോലും കൺവിക്ഷൻ റേറ്റ് ഇല്ല. ഇപ്പോഴും പാതിയിൽ എന്ന് വെച്ചാൽ ബഹുഭൂരിപക്ഷം കേസുകൾ എവിടെ എത്താതെ കിടക്കുകയാണ്. ബഹുഭൂരിപക്ഷം വെച്ചാൽ 99% കേസുകൾ എവിടെ എത്താതെ കിടക്കുകയാണ്. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ PMLA ആക്ട് നിയമം എന്ന് പറഞ്ഞാൽ കൂടുതൽ പല്ലും നഖമുള്ള നിയമമാണ്. പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ കിടന്നതാണ്. ദിവ്യയെ ED ഉദ്യോഗസ്ഥനായി ഞാൻ പിടിച്ചിട്ട് ദിവ്യ തന്നെ തെളിയിക്കണം, ദിവ്യ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന്. എനിക്ക് പിടിച്ചില്ല, പിന്നെ ജാമ്യം പോലും കിട്ടത്തില്ല. ഗുരുതരമായ വകുപ്പുകളുള്ള ഈ സമീപകാലത്ത് ഇന്ത്യയിൽ പാസ്സാക്കപ്പെട്ട ഏറ്റവും ഗുരുതര സ്വഭാവിയായ നിയമമാണ് PMLA. സുപ്രീം കോടതി അത് പൂർണ്ണമായിട്ടും തുല്യം ചേർത്തി അംഗീകരിക്കുകയും ചെയ്തതെന്നാണ്. അതിൻ്റെ പ്രശ്നം ആരെയും പിടിച്ചിടാം. നിങ്ങളെ പിടിച്ചുകൊണ്ട് പോയി നിങ്ങളെ അകത്തിടുന്നതിൻ്റെ കാരണം നിങ്ങളെ ബോധിപ്പിക്കുന്നതിന് പോലും നിങ്ങളുടെ റൈറ്റ്സിന് പോലും പരിമിതിയുണ്ട്. സാറിന് എവിടെ പോയാലും നമുക്ക് FIRൻ്റെ കോപ്പി വിവരങ്ങളൊക്കെ ചോദിക്കാമല്ലോ. ഇവരങ്ങനെയൊന്നും അല്ല, അത് ഗുരുതര വകുപ്പാണ്. അപ്പോൾ അതിൻ്റെ ബലത്തിൽ ഒരുപാട് മനുഷ്യൻ അകത്ത് കിടക്കുകയോ അവരുടെ ബിസിനസ്സുകൾ ഇല്ലാതായി പോവുകയോ അവരുടെ അന്തസ് ഇല്ലാതായി പോവുകയോ ജീവിതം ഇല്ലാതായി പോവുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. സ്വത്ത് കണ്ടുകെട്ടി വെക്കാം. അതിനൊന്നും ഈ പറഞ്ഞ എവിടെയും കൺക്ലൂഷനിലേക്ക് എത്തേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഏജൻസി ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അതർവൈസ് അവസാനത്തെ ഒരു തീർപ്പിലേക്ക് ഒരു കേസിനെ എത്തിക്കുക, അതുവഴി ആളുകളുടെ സ്വത്ത് കണ്ടുകെട്ടിയ നടപടി ശരിയായിരുന്നു എന്ന് സ്ഥാപിക്കുക, ആളുകൾ ജയിലിലടച്ച നടപടി ശരിയായിരുന്നു സ്ഥാപിക്കുക. എവിടെ എത്താൻ പറ്റിയിട്ടുണ്ട്? എവിടെ എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഏജൻസി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ ഒരു സംവിധാനത്തിനകത്തുനിന്ന് ഇത്തരം പുഴുക്കുത്തുകൾ ഉണ്ടായി വരിക സ്വാഭാവികമാണ്. അത് അടിസ്ഥാനപരമായിട്ട് ഈ ഭരണകൂടം സൃഷ്ടിച്ചിട്ടുള്ളൊരു വിപത്താണ് ഈ ഏജൻസിയെക്കുറിച്ച് എന്ത് കാണേണ്ട കാര്യം. അപ്പോൾ അവരുടെ കോൺഫിഡൻസ് ഇതാണ്, നമുക്ക് പിടിക്കാം, നമ്മുടെ പിടിമുറുക്കമുണ്ട്, കൺവിക്ഷനിലേക്കൊന്നും പോകുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിപ്പോൾ എന്തേലും ആയിക്കൊള്ളട്ടെ. അപ്പോൾ ആൾക്കാർ ചിലപ്പോൾ കോടികളുമായിട്ട് വരും. എല്ലാവർക്കും പേടിയാണ്. എന്നെ ED പിടിക്കാൻ വന്നാൽ പോലും നോർമലി എനിക്ക് പേടിയുണ്ടാവും. കാരണം എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ ആ കൂടി ചില്ലറ പൈസ പോലും ഉള്ളെങ്കിലും എന്നെ എങ്ങനെയും പെടുത്താനും ജയിലിലിടാനൊക്കെ പറ്റും. എൻ്റെ കാര്യം തീരുമാനം കഴിയുമ്പോൾ എത്ര വർഷം ചിലപ്പോൾ എടുത്തു വരും. സോ കൈക്കൂലി കൊടുക്കാൻ ആളുകളെ നിർബന്ധമാക്കുന്ന ഒരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുക, ഒരു ഗുരുതര നിയമം ഉണ്ടാക്കിയിരിക്കുന്നു. ആ നിയമവും കൊണ്ട് വേട്ടക്കിറങ്ങിയിരിക്കുന്ന ഒരു സംഘം, ആ സംഘം ചിലപ്പോൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് പ്രവർത്തിക്കും, ഭരണകൂടത്തിൻ്റെ താല്പര്യത്തിന് പ്രവർത്തിക്കും, ഭരണകൂടത്തെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ നാട് വളരെ വലിയൊരു കുഴപ്പത്തിന് നടുവിൽ നിൽക്കുകയാണ്. ആ കുഴപ്പം എന്താണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ അത് തിരുത്താനോ അങ്ങനൊരു വിഷനുള്ള ഭരണകൂടമല്ല. ഭരണകൂടത്തിന് ഇങ്ങനെ ഈ സിസ്റ്റം മലിനമാക്കപ്പെടുന്നു, ഏജൻസികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു, ഏജൻസികളുടെ ട്രസ്റ്റ് ഇല്ലാതാവുന്നു, വിശ്വാസം നഷ്ടപ്പെടുന്നു, ജനങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള മതിപ്പില്ലാതെ, അതൊന്നും അവരുടെ വിഷയമല്ല. അവർക്ക് എന്താണോ ഇന്ന് ചെയ്യാൻ തോന്നുന്നു ഇന്ന് അവർ ചെയ്യും. നമ്മുടെ ഭരണഘടന അപമാനിക്കപ്പെടുന്നതിനെക്കുറിച്ച്, നമ്മുടെ സിസ്റ്റം അപമാനിക്കുന്നതിനെക്കുറിച്ച്, രാജ്യത്തിന് ഹാനി ഉണ്ടാകുന്നതിനെക്കുറിച്ച് എന്നതിനെക്കുറിച്ച് കൺസേൺഡ് അല്ലാത്തൊരു ഭരണകൂടം ഇതേക്കുറിച്ചും ഒട്ടും കൺസേൺഡ് ആവാൻ സാധ്യതയില്ല. ഇത് നമ്മുടെ ദുർവിധിയാണ്. യെസ് ദൗസർ, പക്ഷേ ഈ EDയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് അതിനെ അങ്ങനെ മാറ്റി നിർത്താൻ കഴിയുമോ? കാരണം സ്വന്തം നേട്ടത്തിന് വേണ്ടി ED ഉദ്യോഗസ്ഥർ ഈ കേസുകൾ ഉപയോഗിക്കുക, അവരുടെ ഒരു അധികാരം ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന് തന്നെ വലിയൊരു ഭീഷണിയല്ലേ? അല്ല, അതിൽ നിഷാദ് പറഞ്ഞാൽ ഇവർ സ്വന്തം നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഞങ്ങളുടെ ബോസസ് അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഇതിനെ ഉപയോഗിക്കാമല്ലോ എന്ന ഒരു പൊസിഷനിലേക്ക്, ഒരു മോറൽ പൊസിഷനിലേക്ക് അവർ എത്തുക ചെയ്യുന്നത്. അപ്പോൾ EDയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടുള്ള ആളാണ് ഷിംലയിൽ അറസ്റ്റിലാവുന്നത്, ബോംബെയിൽ അറസ്റ്റിലാവുന്നത്, എല്ലാം ഇപ്പോൾ ഇവിടെ കേരളത്തിലും അങ്ങനെ തന്നെ, എല്ലാം സമാനമായ കേസാണ്. കാരണം ഇതൊക്കെ പിടിക്കപ്പെട്ട വെളിവായ കേസുകളാണ് കേട്ടോ. ഈ അല്ലാത്ത എത്രയുണ്ട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. കാരണം വെച്ചാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ MD വാർത്താ സമ്മേളനത്തും ഒരു വാക്ക് ഉപയോഗിച്ച് ശ്രദ്ധിച്ചു, എനിക്ക് ED ഓഫീസിൽ പോയിരിക്കാൻ പറ്റില്ല. ഈ മാനസികാവസ്ഥയിലുള്ള ആളുകളാണ്
ഈ ഓണ്ടർപ്രണേഴ്സ് ആയിട്ടുള്ള ആളുകൾ, കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ പണം കൈകാര്യം ചെയ്യുന്ന ആളുകൾ ആ ഒരു മാനസികാവസ്ഥയിലാണ്. ഒരു ED ഓഫീസർ അല്ലെങ്കിൽ ED ഓഫീസർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഒരു കച്ചവടക്കാരനെ, ബിസിനസ്സുകാരനെ വിളിക്കുകയാണ്, നിൻ്റെ കയ്യിൽ ഇതുണ്ടല്ലോ, ഞാനിത് ഇടാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അയാളാകെ ബേജാറാവില്ലേ? അയാൾ കള്ളത്തിലൊന്നും ചെയ്തില്ലെന്ന് വെക്കുക, പുള്ളിയുടെ ഓഫീസിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ റെയ്ഡ് കണക്കാണ്. റെയ്ഡിൻ്റെ കഥ എന്ന് വെച്ചാൽ ഇത് കണ്ടില്ല, റെയ്ഡ് നേരത്തെ ഇവർ ലീക്ക് ചെയ്ത് കൊടുക്കും. വെറുതെ ഒരു കേസ് PMLA ആക്ട് പ്രകാരം കേസൊന്നും രജിസ്റ്റർ ചെയ്യണ്ട, ചുമ്മാ ഒരു റെയ്ഡ്, ആ റെയ്ഡിനെ കുറിച്ച് വാർത്ത വരുന്നു. അതോടുകൂടി അയാൾ ബിസിനസ് പൊളിഞ്ഞെന്നേ. അപ്പം ഒരു 2 കോടി ഇൻവെസ്റ്റ് ചെയ്ത ബിസിനസ്സാണ്, ഒരു 50 ലക്ഷം ഇവന് കൊടുത്തേക്കാം, ആ റെയ്ഡ് ഒഴിവാകട്ടെ എന്ന് കഴിഞ്ഞാൽ അയാൾ കച്ചവടക്കാരനല്ലേ, അയാൾക്ക് ലാഭമല്ലേ അല്ലേ? 2 കോടിയുടെ ബിസിനസ് പൊളിയുന്നതിനേക്കാൾ നല്ല എന്താണ് 50 ലക്ഷം രൂപ അവന് കൊടുത്തിട്ട് കഴിച്ചിലാകാം. അപ്പോൾ ആ ഒരു ധാർമ്മികമായ അധപ്പതനത്തിലേക്ക് ഈ പ്രസ്ഥാനത്തെ ED എന്ന് പറയുന്ന ഒരു നാഷണൽ ഓർഗനൈസേഷനാണ് അത് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ മാറിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഭരണകൂടം അതിനോട് സ്വീകരിച്ച സമീപനമാണ്. ഭരണകൂടം എന്തിനു വേണ്ടിയാണ് അതിന് ഉപയോഗിക്കുന്നത്? ഞാൻ മുമ്പ് ഈ ഔട്ട് ഓഫ് ഫോക്കസ് തന്നെ എന്താണ് NDAയിലെ ഏറ്റവും ശക്തമായ ഘടകകക്ഷിയാണ് ED എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കതിൽ ഒരാൾ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു ഘടകകക്ഷി, ഏറ്റവും ലോയലായിട്ടുള്ള ഒരു ഘടകകക്ഷിയെ പോലെയാണ് ഭരണകൂടം ഈ ഏജൻസിയെ കൊണ്ടു നടക്കുന്നത്. അതെ, ഒട്ടനവധി തവണ അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പാർലമെൻറ്റിൽ നമ്മൾ റഹീം എഴുതി ചോദിച്ചൊരു ചോദ്യത്തിന് കൊടുത്ത മറുപടിയിൽ നമ്മൾ കണ്ടു 1% പോലും കൺവിക്ഷൻ റേറ്റ് ഇല്ല. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്കെതിരെ എടുത്തിട്ടുള്ള കേസുകളുടെ കാര്യത്തിൽ 1% പോലും കൺവിക്ഷൻ റേറ്റ് ഇല്ലാത്ത ഒരു ഏജൻസി. അതൊന്ന് ആലോചിച്ച് നോക്കുക. 1% കൺവിക്ഷൻ റേറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ ഇവർ 100 കണക്കിന് കേസുകൾ എടുക്കുകയാണ്. 100 കണക്കിന് കേസ് എടുക്കുമ്പോൾ അതിന് വരുന്ന ചിലവ് എത്രയായിരിക്കും? കേസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ എടുക്കുക, അതിന് ഓഫീസർമാരുടെ ഡിപ്ലോയ്മെൻ്റ് ഉണ്ട്, വാഹനങ്ങൾ പോകണം, ഒരുപാട് ഫോർമാലിറ്റീസ് ഇല്ലേ. ഓരോ കേസിനും ലക്ഷങ്ങൾ നമ്മുടെ ഖജനാവിൽ ചിലവാകുന്നുണ്ട്. അങ്ങനെ ലക്ഷങ്ങൾ ചിലവഴിച്ച് 100 കണക്കിന് കേസുകൾ എടുക്കുന്നു. അതിലൊന്നും കൺവിക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതൊരു നാഷണൽ വേസ്റ്റേജ് കൂടിയാണല്ലോ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ, ഇതിനൊക്കെ ചിലവഴിക്കപ്പെടുന്ന തുക നമ്മുടെ ഖജനാവിൽ നിന്ന് പോകുന്നതല്ലേ. ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു രാജ്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അതൊരു മാപ്പ്, ഒരു പതാക, ഒരു ഭൂപടം, ഒരു ഭരണഘടന, ഇങ്ങനെ കുറേ സംഗതികളുണ്ട്. ഇപ്പം നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ USA എന്ന് പറയുമ്പോൾ പലതരം കാര്യങ്ങളുണ്ട് ആ ഒരു രാജ്യത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു രാജ്യത്തെ കാണുമ്പോൾ, രാജ്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ വരുന്ന പല ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ആ രാജ്യത്തെ പ്രസിദ്ധമായിട്ടുള്ള ഓർഗനൈസേഷൻസ് ഏജൻസികളാണ്, സ്ഥാപനമാണ്. ഇപ്പോൾ അമേരിക്ക എന്ന് നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് നാസ നമ്മളുടെ മനസ്സിൽ വരും, വൈറ്റ് ഹൗസ് നമ്മുടെ മനസ്സിൽ വരും, FBI വരും. ബ്രിട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണ് സ്കോട്ട്ലൻഡ് യാർഡ് വരും. സിംഗപ്പൂരിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സിംഗപ്പൂർ എയർലൈൻസ് വരും. ഇങ്ങനെ ഓരോ രാജ്യത്തെക്കുറിച്ചും എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അത് ആ രാജ്യാതിർത്തികളെയും ഭേദിച്ച് പ്രസിദ്ധമായിട്ടുള്ള ഓർഗനൈസേഷൻ. ഇസ്രായേലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മൊസാദ് വരും, UAE കുറിച്ച് ആലോചിക്കുമ്പോൾ എമിറേറ്റ്സ് എയർലൈൻസ് വരും. ഇങ്ങനെയൊക്കെ ഓരോ രാജ്യത്തിൻ്റെയും അഭിമാന ചിഹ്നമായിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടാവും ആ രാജ്യത്തിൻ്റെ. നമ്മുടെ രാജ്യത്ത് ISRO നമ്മളെല്ലാവരും അഭിമാനത്തോടു കൂടെ കാണുന്ന സ്ഥാപനം, ലോകകാലത്ത് തന്നെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട, അത് വളരെ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ്. അതേപോലെ പക്ഷേ എന്നാലോചിച്ച് ED എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ വരിക? ഒരു രാജ്യത്തിൻ്റെ കരുത്ത് വിളംബരം ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ ഓർഗനൈസേഷൻസ് കൂടിയാണ്. ഇലക്ഷൻ കമ്മീഷൻ, നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് വലിയ മതിപ്പാണ് ലോകത്തെങ്ങും ഉണ്ടായിരുന്നത്. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ, പല രാജ്യങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇലക്ഷൻ ഒബ്സർവേഴ്സായിട്ട് വിളിക്കപ്പെടാറുണ്ട്. അവർ റിട്ടയർ ചെയ്ത ശേഷം വിളിക്കപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു ഏജൻസി അത്രയ്ക്കും ലോകപ്രസിദ്ധമാണ്. ലോകത്ത് തന്നെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള, ഏറ്റവും വലിയ ഒരു ഇലക്ഷൻ പ്രക്രിയയ്ക്ക് ഗംഭീരമായി നേതൃത്വം കൊടുക്കുന്ന ഏജൻസിയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ് വിശ്വാസ്യതയുള്ള സ്ഥാപനങ്ങളെന്ന് പറയുന്നത്. അതിൽ ഇത്തരം സ്ഥാപനങ്ങളിലൂടെ കൂടിയാണ് രാജ്യം നിലനിൽക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. വെറും പ്രധാനമന്ത്രിയിലൂടെയോ മന്ത്രിസഭയിലൂടെയോ അല്ലെ പട്ടാളക്കാരിലൂടെയോ പോലീസുകാരിലൂടെയോ മാത്രമല്ല ഒരു രാജ്യം നിലനിൽക്കുന്നത്. വിവിധങ്ങളായിട്ടുള്ള ഏജൻസികൾ, ഓർഗനൈസേഷൻസ്, അത് രാജ്യത്തിൻ്റെ അഭിമാന ചിഹ്നങ്ങളാണ്. BJPക്കാർ ആലോചിക്കേണ്ട കാര്യം ഞാനതാ പറയുന്നത്. അവർ ദേശീയതയെക്കുറിച്ച്, നാഷണൽ പ്രൈഡിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളാണ്.
നമ്മുടെ രാജ്യത്തെ അഭിമാന സ്ഥാപനങ്ങളെ നശിപ്പിച്ചുകൊണ്ട് അവയുടെ വിശ്വാസ്യത തകർത്തുകൊണ്ട് അകത്തും പുറത്തും അതിൻ്റെ വിശ്വാസ്യത തകർത്തുകൊണ്ട് എന്ത് ദേശാഭിമാനമാണ്, എന്ത് ദേശീയതയാണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്, മുന്നോട്ട് വെക്കുന്നത് എന്നത് BJP ആത്മാർത്ഥതയുള്ള കാര്യകർത്താക്കൾ അതേക്കുറിച്ച് ആലോചിക്കണം. CBI നമ്മളുടെ ഒരു നാഷണൽ ഓർഗനൈസേഷനാണ്, DRDO നാഷണൽ ഓർഗനൈസേഷനാണ്, ED നാഷണൽ ഓർഗനൈസേഷൻ. ഇങ്ങനെയൊക്കെയുള്ള ദേശീയാഭിമാനമാകേണ്ട സ്ഥാപനങ്ങൾ, ഓർഗനൈസേഷൻസ്, അവയുടെയൊക്കെ വിശ്വാസ്യത തകർത്ത് ആളുകൾ പരിഹസിക്കുന്ന, ട്രോളുന്ന അവസ്ഥയിൽ ഇന്ന് നോക്കൂ, ഏറ്റവും കൂടുതൽ ട്രോളപ്പെടുന്ന ഒരു നാഷണൽ ഓർഗനൈസേഷൻ ഏതാണ്? ED ആണ്. ഇങ്ങനെ നിങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കളെ പേടിപ്പിച്ച് നിർത്തുവാൻ, അവരെ ബുദ്ധിമുട്ടിക്കാൻ ഇത് സാധിക്കുന്നുണ്ടാകാം. എൻഡ് ഓഫ് ദ ഡേ ഇത് നമ്മുടെ രാഷ്ട്രത്തെയാണ് തകർക്കുന്നത്, കാർന്നു തിന്നുന്നത്, അതിൻ്റെ ധാർമ്മികമായ ഉള്ളടക്കത്തെ ഇല്ലാതാക്കുകയാണ് എന്ന് മനസ്സിലാക്കേണ്ട ആദ്യ ഉത്തരവാദിത്വം BJPക്കാർക്കാണുള്ളത്.